ഇയാളെ നീ പറ്റിക്കോ ഈശ്വര. ഞാൻ ലേറ്റ് ആയോ? ഇല്ല സാർ. എവിടെ സാർ ആ 10,000 രൂപ? അത്രക്ക് ധൃതിയായോ? ഞാൻ അന്നേ പറഞ്ഞില്ലേ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന്. ഓ, ഞാനത് മറന്നുപോയി സാർ. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഞാൻ എപ്പോഴും മറന്നുപോകും. ബൈ ബർത്ത് എനിക്കതുള്ളതാ. കുഴപ്പമില്ല, വേറൊന്നല്ല. അതായത് അഴകപ്പൻ ഒരു ഓട്ട മത്സരത്തിൽ എന്നെ തോപ്പിച്ചിരിക്കണം. ഓട്ട മത്സരത്തിലോ? എന്തേ ഓടിയില്ലേ? കൊള്ളാം. കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 100 മീറ്റേഴ്സിന് സ്ഥിരം ഫസ്റ്റ് എനിക്കാ. അതെയോ? പക്ഷെ ഇതൊന്നും വേണ്ട, കുറച്ച് ഓടിയാ മതി. അതാ കാണുന്ന 5ാമത്തെ പോസ്റ്റ് അതുവരെ ഓടിയാ മതി. 5ാമത്തെ പോസ്റ്റ്. പക്ഷെ അവിടെ എത്രയും മുമ്പ് അഴകപ്പൻ ജയിച്ചിരിക്കണം. അത് ഓക്കെ സാർ. നോക്കുക. മാർക്ക്. ഒരു മിനിറ്റ് സാർ, ഒന്ന് വാമപ്പ് ചെയ്തോട്ടെ. റെഡി? 1 2 3. പൊന്നു ചേട്ടന്മാരെ, എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ട് ഓടിയാണ്. ഒന്ന് പിടിക്കും. 10,000 രൂപ എനിക്ക് കിട്ടി. 10,000 രൂപ അടിച്ചു. അവനൊന്ന് പിടിച്ചോണേ. പിടിക്കേട്ടാ, എന്റെ 10,000 രൂപ പോയേ. അതൊക്കെ ഇരിക്കട്ടെ. ഗൗരി എനിക്ക് ഇഷ്ടമായി. എനിക്ക് തങ്കച്ചി വല്യമേ, ഞാനിവിടെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുമ്പോ ഗൗരി വരുന്നത് എനിക്കൊരു ആശ്വാസമായിരിക്കും. ഒഴിവ് ദിവസങ്ങളിൽ വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നതിനേക്കാൾ ഭേദം തങ്കച്ചി വല്യമ വന്ന് കാണാമെന്ന് ഞാൻ തീരുമാനിച്ചു. അതാ വന്നേ. ഗൗരിയെ പോലെ ഒരു നല്ല അയൽവാക്കം കിട്ടിയത് എന്റെ ഭാഗ്യം. എനിക്ക് ആകെയുള്ള ഒരു മകൻ വിനോദ്. അവൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥനാ. ഒരു പ്രത്യേക ടൈപ്പാ. പിന്നെ അനിയും വേലായുധം തമ്പി ചുറ്റിക്കറങ്ങി നടക്കുന്നു. നാട്ടിൽ നിന്ന് 2 അന്തരവന്മാർ വന്നിട്ടുണ്ട്, രാകേഷും രമേശും. ശങ്കു, ഒന്നിങ്ങി വന്നേ. ഇവനാണ് ഞങ്ങളുടെ ശങ്കു. ഇവൻ ഞങ്ങളുടെ ബാല്യക്കാരൻ മാത്രമല്ല, സെക്യൂരിറ്റി ഗാർഡ് കൂടിയാണ്. കരാട്ടയിൽ 5th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ്. സൂക്ഷിക്കണം. പുള്ളി കൊള്ളാമല്ലോ. ശങ്കു, നീ പോയി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടോ? അമ്മായി, ഇതാ ഞാൻ പറഞ്ഞത്. തങ്കച്ചോലമ്മേ, ആരാ ഇത്? ഇത് എന്റെ അന്തരവ് രാകേഷ്. ഹലോ. ഇത് ബാല്യകാല സഖി ഓമന. ഞാൻ പോയിട്ട് പിന്നെ വരാം. ശരി. അമ്മായി, ആ പോയതാരാണ്? അത് നമ്മുടെ അയൽപക്കത്തെ മാളഭട്ടിന്റെ മകളില്ലേ, പേര് ഗൗരി. നമ്മുടെ മാളഭട്ടിന്റെ? നമ്മുടെ മാളഭട്ട. മാളഭട്ടിന്റെ പേര് കൊള്ളാം, ഗൗരി. ശരിയാ, നല്ല പേരാ, ഗൗളി. ചുമരിട. നിങ്ങൾ അകത്തേക്കല്ലേ, എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അയ്യോ, വേണ്ടാമായിരുന്നു. അമ്മായി, അവന് വേണ്ട, എനിക്ക് നല്ല വിശപ്പുണ്ട്. അമ്മായി ആഹാരം എടുക്കും. എന്നാ ഞാൻ കൂടെ വരാം. അല്ല, രമേശ് എവിടെ? അവനിപ്പോ രമേശ് ഒന്ന് കറങ്ങാൻ പോയതാ. ആ റേഡിയല്ലേ, അവൻ ഇറങ്ങാൻ പോയൊന്നും അല്ല അമ്മായി, അവനാള് മുങ്ങിയതാ. ഇനി എവിടെ പൊങ്ങുമോ എന്തോ ദൈവത്തിനറിയാം. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് ആഹാരം എടുത്തു വെക്കാം. ഓ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മായിയുടെ മുമ്പിൽ വെറുതെ ഷൈൻ ചെയ്തതെന്ന്. മൂച്ചടിച്ചാ ഇന്നലെ അടി കൊണ്ട് വരെ അമ്മയോട് പറഞ്ഞു കൊടുക്കും. എഴുതിക്കോളൂ. ആസ് പെർ ഇൻഡീസെന്റ് എക്സിബിഷൻ ആക്ട് ബ്രാക്കറ്റിൽ വിമൻ പ്രൊഹിബിഷൻ 1986 we have to you may go now. Yes sir. സർ, എന്റെ കേസ് ഒന്ന് ഒതുക്കി തരണം സർ. നെവർ, ഒരിക്കലും സാധ്യമല്ല. കുറ്റം ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം. പ്ലീസ് സർ, എന്നെ ഒന്ന് സഹായിക്കണം സർ. ഒരു പോലീസ് ഓഫീസറായി നിങ്ങൾ കൈക്കൂലി വാങ്ങുമ്പോൾ ഓർക്കേണ്ടതായിരുന്നു സർ. അത് നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. സാറിന് പദവി അധികാരം ഉണ്ടെന്ന് വെച്ച് അഹങ്കരിക്കണ്ട. സാറിന്റെ അധികാരമാണോ മാണിക്യ സാറിന്റെ ശക്തിയും സ്വാധീനവുമാണോ വലുതെന്ന് നമുക്ക് കാണാം. യു ബ്ലഡി ടേക്ക് ദിസ് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. ഹലോ, മാണിക്യ സാറല്ലേ? ഞാനാണ്. വിനോദ് ഒതുങ്ങുന്ന പ്രശ്നമേ ഇല്ല. നമ്മൾ അയാളെ ഒതുക്കിയേ പറ്റൂ. ഓക്കെ സാർ. ഗൗരി, അച്ഛനെവിടെ? അപ്പ കടയിലാണ്, ഉച്ചയ്ക്ക് വരും. എന്ത് ജാനകിയല്ലേ? 2 ദിവസമായിട്ട് മോളെ കാണുന്നില്ലല്ലോ. പരീക്ഷയായിരുന്നു, അതാ.
ആ അപ്പ. ഇതാർക്കാണിത്? എന്താണോ ജാനകിയമ്മ പതിവില്ലാതെ നിങ്ങൾക്ക് വരാൻ കൊടുത്തത്? അടുത്ത ഞായറാഴ്ച എന്റെ 60ാമത്തെ പിറന്നാളാണ്. അതുകൊണ്ട് അച്ഛനും മോളും ചേട്ടനും പ്രത്യേകിച്ച് വരണം. എന്താ പൊണ്ണേ, ജാനകിയമ്മയുടെ കല്യാണത്തിന് വരാൻ കൊടുത്തില്ലെങ്കിൽ പിന്നെ വേറെ ആരുടെ കല്യാണത്തിന് വരാൻ കൊടുക്കാനാണ്? അയ്യോ, കല്യാണല്ല, പിറന്നാള്. രണ്ടും ഒന്ന് തന്നെയാണോ? കല്യാണം തന്നെയാണ് പിറന്നാള്. മോള് പോണോട്ടോ? മോള് പ്രത്യേകിച്ച് വരണം കേട്ടോ. ശരി വല്യമ്മേ. ആ പപ്പടവും പ്രഥമനും എല്ലാം എല്ലാം ഉണ്ടാവും. തിന്നാൻ കൊടുക്കാനായിട്ട്. പാവം. ആണുങ്ങളെ കുറച്ച് മിടുക്കൊക്കെ വേണം. നിങ്ങളെ കാര്യം ആലോചിക്കുമ്പോ എന്ത് പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അമ്മാവൻ പറയുന്നത്? എടാ, ഈ കോശിച്ചായാലും കുഞ്ഞു മുഹമ്മദും പെശകാണെന്ന് പണ്ട് മുതലേ എനിക്കറിയാം. നിങ്ങളല്ലാതെ അവർ ഒരുപോലെ കേൾക്കോ? സ്വത്തുക്കളൊക്കെ ഞങ്ങളുടെ പേർക്ക് എഴുതി തരുന്നതിന് അവര് സഹായിക്കാമെന്നും പറഞ്ഞ് എന്തൊക്കെയാണ് ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ചതെന്ന് അറിയാവോ അമ്മാവന്? അതിനുവേണ്ടി എന്തെല്ലാമാണ് പറഞ്ഞത്. അമ്മാവനെ കാണരുത്, സംസാരിക്കരുത്. കൂട്ടത്തിൽ വല്യമാരുടെ സ്വഭാവം മാറി. സ്വയം അധ്വാനിക്കണമെന്ന് കേൾക്കുമ്പോൾ സന്തോഷിച്ച് സ്വത്തുക്കൾ ഞങ്ങൾക്ക് എഴുതി തരും എന്നൊക്കെ പറഞ്ഞ് തെങ്ങും തോപ്പിൽ ഞങ്ങളെ കൊണ്ട് പകൽ പണിയെടുപ്പിച്ചു. അതിൽ നിന്നെക്കാളും എടുക്കാൻ ഞാൻ തന്നെ. ഞാൻ ഒരു പണിയെടുത്തിട്ടില്ല. പിന്നെ ആര്? ഞാനാ പണിയെടുത്തത്? നീയല്ലേ? നീ അതൊന്നും പറയാൻ നിൽക്കണ്ട. കഴിഞ്ഞതൊക്കെ പോട്ടെ, ഇനി വരാൻ പോകുന്നതിനെ പറ്റി സംസാരിക്കാം. ഇപ്പം പറയുന്നതാ ശരി. എന്നെ ഇവനെ അവന്മാര് എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? എങ്ങനെ? അതൊക്കെ പഴയ കഥയാ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ട വേല ഇതാ. അതിന് വരെ കിട്ടിയിട്ട് വേണ്ടേ? രാവിലെ എണീറ്റ് പോകും കറങ്ങാൻ. അല്ലെങ്കിൽ ഈയിടെയായിട്ട് ഇവന് കറക്കം കുറച്ച് കൂടുതലാ. വേണ്ട വേണ്ട, എന്നോടും കൂടിയാ. തിരിച്ചു വരുന്നതോ പാതിരാത്രിക്ക്. ആര് പറഞ്ഞു? ആരും ഒന്നും പറയണ്ട, എല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇനിയെങ്കിലും ജീവിതത്തിൽ ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്ന് മനസ്സിലാക്കുക. എല്ലാം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിട്ട്. ആർക്കും ദേഷ്യമൊന്നുമില്ലല്ലോ. അയ്യോ, വല്യമ്മായിയോട് ഞങ്ങൾക്ക് ദേഷ്യോ? എങ്കിൽ പിന്നെ വല്യമ്മയുടെ 60ാം പിറന്നാളാണ്. ഞങ്ങളെല്ലാം നേരത്തെ വരുമോ? ആ സമയം കുറയായി, കിടന്നുറങ്ങണം. നാളെ കുറച്ച് പണിയുണ്ട്. നാളല്ലേ പിറന്നാള്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വരണം വരണം മാണിക്ക് സാർ, എന്നെ അനുഗ്രഹിക്കൂ. ഗോഡ് ബ്ലെസ് യു. ഇരിക്കൂ സാർ. ഗെറ്റ് ബാക്ക്, ഗെറ്റ് ബാക്ക്. ലേഡീസ് ആൻഡ് ജെന്റ്സ്, ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട ജാനകിയമ്മ തങ്കച്ചി വല്യമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് നാം എല്ലാവരും ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങളെ ഏവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വല്യമ്മ ഒരു പാട്ടിടാൻ കൊടുക്കണേ ആൾ. പാട്ട് പാടുന്നതായിരിക്കും. ഒരു പാട്ടിടൂ. ജ്ഞാനപ്പഴത്തെ